ഇതിനകത്ത് ഇപ്പൊ കയറാൻ പറ്റില്ലട്ടാ. ഇതിനകത്ത് പറ്റില്ല. കാരണം നോക്കി ശരിക്കും ഒരു കാട് പോലെ അല്ലേ, വെട്ടി വെട്ടി മുന്നോട്ട് പോകാൻ ചെയ്യുന്നത്. കേരളത്തിൽ എവിടെയും ക്ഷീരകർഷകർ പുല്ല് വളർത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പുല്ല് വളർത്താൻ വേണ്ടിയുള്ള സ്റ്റെമ്പ് എത്തിച്ച് നൽകുന്ന ഒരാളെ ഞാൻ കാണിക്കാൻ പോകണം. ചേട്ടൻ്റെ പേരെന്താ? വർഗീസ്. നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ചേലൂര്, ഇരിഞ്ഞാലക്കുടയ്ക്ക്. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് 3 റൂട്ടിൽ 3 കിലോമീറ്റർ. ഏതൊക്കെ തരം പുല്ലുണ്ട് ചേട്ടാ? സൂപ്പർ നേപ്പറേ പച്ചയുണ്ട്, റെഡും ഉണ്ട്. ഒരു 4-5 മാസമായിട്ടുള്ള. ശരി ശരി. നമുക്ക് എന്തിന്റെയൊക്കെ വിൽപ്പന ഉദ്ദേശിക്കുന്നത്? അത് സ്റ്റെമ്പ് മാത്രം പുല്ലും വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകത്തിൽ പുല്ലുണ്ട് കേട്ടോ. അതെ, നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. മിക്കവാറും ഒരു 10 അടി മേളിൽ വന്നിട്ടുള്ളത് അല്ലേ? ഇത് ഈ സൈഡ് നമ്മൾ നേരത്തെ നട്ടതാണ്. ഇത് നമുക്ക് സ്റ്റെമ്പായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. സ്റ്റെമ്പായിട്ട് കാരണം മൂത്ത് വന്നിട്ടുണ്ടല്ലേ? മൂത്ത് പോയി. അതെ, ഈ കാണാനുണ്ട്, അതെ കണ്ട ശരിക്കും കരിമ്പ് പോലെ അല്ലേ? കരിമ്പ് പോലെ നല്ല ആരോഗ്യം ആവശ്യമുള്ളവർക്ക് ഇത് നല്ല ഹെൽത്തി ആണ് അല്ലേ? ഹെൽത്തി സ്റ്റെമ്പാണ് കേട്ടോ. നല്ല സെറ്റപ്പാണ്. ഇത് സൂപ്പർ നൈപ്പർ ആണ്. നല്ല വീതിയുള്ള ഓലയൊക്കെയാണ് കണ്ട, ശരിക്കും ഒരു കരിമ്പ് പോലെ. പുല്ലാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വിൽപ്പന ഉദ്ദേശിക്കുന്നത്? നമ്മൾ കിലോന് ടണ്ണിന് 4000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏത് കിലോയ്ക്ക് വരുമ്പോ കിലോന് 4 രൂപ റീറ്റെയിലായിട്ടോ അല്ലെങ്കിൽ ഹോൾസെയിൽ ഇതായിട്ട് കൊടുക്കുന്നു. ഇപ്പൊ പുല്ല് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് തൊട്ടടുത്തുള്ള ആളുകൾ തന്നെ വാങ്ങണമെങ്കിൽ കുറച്ചും പറ്റും. ഇപ്പൊ തൃശ്ശൂരുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അടുത്ത് കിട്ടും. ഇപ്പൊ എറണാകുളത്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സ്റ്റെമ്പാണെങ്കിൽ അതെങ്ങനെയാ വിൽപ്പന? സ്റ്റെമ്പ് നമ്മൾ 2 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഓ അങ്ങനെ അല്ലേ? സ്റ്റെമ്പിന് ഒരു പീസിന് 2 രൂപയാണ്. 2 മുട്ടുണ്ടാവും. 2 മുട്ട, അതായത് ഇതാ കാണിച്ചോ, ഈ കാണുന്ന പോലത്തെ 2 മുട്ടല്ലേ? ഒന്ന് കുറച്ചുകൂടെ താഴേക്ക് വരുന്നത്. ഓക്കെ, അത് മതിയല്ലോ. ഒരു മുട്ട് താഴെ മണ്ണിൽ നമ്മൾ പോണം. ശരി. ഒരു സൈഡ് നമ്മൾ ഏകദേശം 45 ഡിഗ്രി ചെരിഞ്ഞ് കുഴിച്ച് ഒരു മുട്ട് മണ്ണിൽ പോയാലും അത് പെട്ടെന്ന് അല്ലെ കെടുത്തി കുഴിച്ചിട്ട് കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തില് ഒറ്റ സ്റ്റെമ്പ് നട്ട് കഴിഞ്ഞത് ഇതുപോലെ ആവട്ടോ അല്ലേ? അതെ, ഇത് സ്റ്റെമ്പിന്ന് വന്നിട്ടുള്ളതാണ്. ശരിക്കും ഇങ്ങനെ എന്താ പറയാ, ഒരുപാട് സ്റ്റെമ്പുകൾ ഉണ്ടാവും. നമുക്ക് പിന്നെ അത് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും അല്ലേ? അതെ. ഇത് പിന്നെ ഓട്ടോമാറ്റിക് നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് പിന്നെ മുളച്ച് വന്നുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള പുല്ല് വളർത്തിയുള്ള ഗുണം 45 ദിവസം കൂടുമ്പോൾ വെട്ടാം നമുക്ക് അല്ലേ? 2 മാസം. അപ്പോൾ ഒരു 60 ദിവസം, മാക്സിമം ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ, അതായത് 10 പശു ഉണ്ട്, കുറച്ച് സ്ഥലം വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുല്ല് വളർത്താം. 30 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 10 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ പശുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ, അതെ, പശുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ സുഖമായിട്ട് അതിന് തീറ്റ കൊടുക്കാനുള്ളത് ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. ശരിയാ. പിന്നെ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. കാരണം വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞു പോകാത്ത സാധനം അത് മഴക്കാലത്ത് നമ്മൾ സ്റ്റമ്പ് വെള്ളത്തിന് മുകളിൽ വെച്ച് വെട്ടണം. വെള്ളം കയറി അത് ചീഞ്ഞു പോകാൻ സാധ്യത. ഈ സ്റ്റെമ്പിന്റെ വിൽപ്പന അതെങ്ങനെയായിട്ട് നമുക്ക് ഇത്ര കേരളത്തിലിടയിൽ നമ്മൾ അടുത്ത എവിടെയെങ്കിലും ഇടയിൽ നമുക്ക് കൊണ്ടുകൊടുക്കാം. അതല്ലെങ്കിൽ അത്ര പ്രായോഗികമല്ല, പക്ഷേങ്കിലും കൊറിയർ സർവീസ് നമ്മൾ അയച്ചു കൊടുക്കുന്നു. ശരി. അപ്പൊ മിനിമം ഇത്ര എണ്ണം എടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മിനിമം കൊറിയറിലൊരു 1000 പോയാലേ നമുക്ക് മുതലിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വെട്ടി അത് കൊറിയർ സർവീസിൽ കൊണ്ടുവന്ന് കൊടുത്ത് അവിടുന്ന് തിരിച്ച് നമ്മൾ വണ്ടി ഇത്തരത്തിൽ കൊറിയർ ചെയ്യുമ്പോൾ അത് ഉണങ്ങിപ്പോകാൻ സാധ്യതകളുണ്ട്. 1-2 ദിവസത്തിനൊന്നും കുഴപ്പമുണ്ടാവില്ല. പെട്ടെന്ന് ഉപയോഗിക്കാം നമ്മൾ. പെട്ടെന്ന് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇത് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഒരാഴ്ച വരെ നിന്നിട്ടും പ്രശ്നമൊന്നും വന്നിട്ടുണ്ടായില്ല. പിന്നെ ഇത് കെട്ടിപ്പൂട്ടിരിക്കുമ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് മുള വരും. എയർ ടൈറ്റ് ആകും. ശരി ശരി ശരി. പെട്ടെന്ന് എയർ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ മുള വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മുള ഈ എടുക്കുന്ന നാമ്പുണ്ടല്ലോ, ഇത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ നാമ്പ് പൊട്ടി പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയി ഇത് മുളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുണ്ട്. അങ്ങനെയാണല്ലേ? അപ്പൊ ഇത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നാമ്പ് കിട്ടാൻ സാധ്യത കുറവാണ്. ഈ പറഞ്ഞ 1000 എണ്ണം സുരക്ഷിതമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കും. ശരി. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് സൂപ്പർ നേപ്പിയറിന്റെ അതിപ്പോ ചുവപ്പായിക്കോട്ടെ റെഡ് ആ സൈഡിൽ നിന്ന് കൊടുത്തു. റെഡ് അവിടെ കുറച്ചുണ്ട്. എന്തായാലും അത് കാണാം. സ്റ്റെമ്പോ പുല്ലോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കേരളത്തിൽ എവിടെയും പ്രത്യേകിച്ച് സ്റ്റെമ്പാണെങ്കിൽ കൊറിയർ ചെയ്ത് തരും. അതല്ല പുല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങേണ്ടി വരും അല്ലേ? അതെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യക്കുറവുണ്ട്. അപ്പോൾ അതിന്റെ ലൊക്കേഷൻ ഒന്നിനും പറഞ്ഞു കേട്ടോ. ലൊക്കേഷൻ ഇത് ഇരിഞ്ഞാലക്കുട, നമ്മളെ ഇരിഞ്ഞാലക്കുട സ്റ്റാൻഡിൽ നിന്ന് ശരിക്കും 2.5 കിലോമീറ്റർ വരുന്നുള്ളൂ ഈ ചേലൂർക്കാവുന്ന. ഓക്കെ, അതായത് മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡ് ഇരിഞ്ഞാലക്കുട, ആ ഒരു മെയിൻ റോഡിൽ ഇരിഞ്ഞാലക്കുട 3 കൂടിയ പെരിഞ്ഞനം ബസ് റൂട്ടിൽ ഓക്കെ ഈ ചന്തക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കറക്റ്റ് 2.5 കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ ലൊക്കേഷനിൽ. ശരി ശരി. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുന്ന ഈ ഒരു സ്റ്റെമ്പിന് എത്രത്തോളം ആരോഗ്യവന്മാരായിരിക്കും? അതായത് നമ്മൾ നട്ടാൽ ഇപ്പൊ നമുക്കിവിടെ കാണാവുന്നതാണ്. ഞങ്ങൾക്ക് സ്റ്റമ്പ് ഇതേ കാണിച്ചു തരാം. കണ്ട,
നമുക്കിവിടെ കിട്ടിയിരുന്ന സ്റ്റമ്പ് ഇതാണ് നട്ടത്. അയ്യോ അത് ആകിതായി പോയിരുന്നല്ലേ. ഇത് നമ്മൾ 2 രൂപ എടുത്ത് മേടിച്ചതാണ്. ഇതിനകത്ത് കുറെ നടാത്തത് ഇത് കാണുന്നുണ്ടോ? ഇത് കണ്ടത് ഇതെല്ലാം ഇത് പക്ഷെ ഇത് അടിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷെ പിടിച്ച് വന്നു കഴിഞ്ഞാല് ഇത് ഇച്ചിരി വേരൊക്കെ വേര് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇത്തിരി ഉണങ്ങിയതാണ് അല്ലെങ്കിൽ ആരോഗ്യക്കുറവുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷെ ഇത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഇവിടുന്ന് കിട്ടണം കേട്ടോ അല്ലേ? അതെ, ഇവിടുന്ന് കിട്ടുന്നതിന്റെ ഹെൽത്ത് കണ്ടോളൂ. അടിപൊളി. നോക്കി അമ്പോ, ഇതിപ്പോ ഞാൻ സ്റ്റമ്പിന് വേണ്ടി വെച്ചിട്ടുള്ളതാണത്. ആണല്ലേ? ഈ പറഞ്ഞ സ്റ്റെമ്പ് വെട്ടിയെടുക്കണമെങ്കിൽ എത്ര മാസം എടുക്കും? അങ്ങനെ വല്ലതും ഉണ്ടോ? സ്റ്റമ്പ് വെട്ടിയെടുക്കണ 3 മാസം കഴിയും. കുറഞ്ഞത് 3 മാസം വേണം. ഇതേപോലെ ഇത്ര ഹൈറ്റിൽ വരുള്ളൂ. 2.5 മാസം ആകുമ്പോഴത്തെ നമുക്ക് പുല്ല് വെട്ടി അതിന്റെ മുഴുവൻ തണ്ട് കിടക്കാൻ നമുക്ക് പശുവിനോ പോത്തിനോ കൊടുക്കാം. പശു ആണെങ്കിലും പോത്താണെങ്കിലും ഇപ്പൊ പശു വളർത്തുന്നവർക്ക് മാത്രല്ല പോത്ത് അല്ലേ? പോത്ത് ഞങ്ങളിപ്പോ ഒരു പോത്ത് കൃഷി ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണ്. അപ്പൊ അവർക്കും കൂടി വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു 10 പോത്തൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട്. ഇതിപ്പോ എന്തോരം ചെയ്തിട്ടുണ്ട് കേട്ടോ? ഇതിപ്പോ നമ്മള് ഓൾറെഡി 1 ഏക്കർ അടുത്ത സ്ഥലത്തിന് ചെയ്തിരിക്കുന്നല്ലേ. വെച്ചിട്ട് ഇപ്പൊ എത്ര നാളായുണ്ട്? ഇതിപ്പോ വെച്ചിട്ടൊരു 3.5 മാസം. പുല്ല് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വരാം. അതായത് പുല്ല് വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് സ്റ്റെമ്പ് വാങ്ങാനായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തോട്ടെ. കോൺടാക്ട് നമ്പർ 81 29 40 19 75.